ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വൈകിയ ഈദ് മുബാറക്. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ 2 ദിവസമായി. നമ്മൾ തലേ ദിവസത്തെ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ അതും കണ്ടു നോക്കണേ. അങ്ങനെ രാവിലെ തന്നെ തക്ബീറൊക്കെ കേട്ടു പള്ളിയിൽ നിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അല്ലും വാപ്പിച്ചൊക്കെ പള്ളിയിൽ പോയി. അങ്ങനെ അവർക്ക് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കുളിക്കാൻ പോയി. ഇതാണ് കേട്ടോ എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ന് അപ്പവും ചിക്കനും പിന്നെ ചായയൊക്കെയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റെഡി ആവാനായിട്ടിരുന്നു. ഇവിടെ ഒരാളുടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും വീട്ടിലേക്ക് വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും പോയി ഈദ് മുബാറക്ക് പറയലാണ് എൻ്റെ പണി. അതൊരു നിർബന്ധമാണ്. എല്ലാവർക്കും പോയി കൈ കൊടുക്കുകയാണ് വെറുതെ. അതിൻ്റെ ഇടയ്ക്ക് അവർ ബാക്കിൽ നിന്ന് കളിയാക്കേണ്ടത് എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവർക്കും ഇതൊക്കെ കൊടുത്തേണ്ടി ഇവിടെ നോക്കുമ്പോൾ ഒരാൾ ഗ്രഹനാഥ ചുമതല ഏറ്റെടുത്തേക്കാണ്. എല്ലാവർക്കും കൊണ്ടുപോയി വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തറവാട്ടിൽ, എൻ്റെ വീടാണ് തറവാട്. അങ്ങനെ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ട് അകത്തിരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് എൽ ഷേപ്പിലിരുന്ന് സോഫ ഇപ്പോൾ ഇസഡ് ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഉമ്മാർ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി നടന്നിട്ട് നമ്മുടെ അടുത്ത് എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്, മൂത്താപ്പാട് വീടുണ്ട്, അങ്ങോട്ടാണ് പോണത്. ഒരാളെ പിടിച്ചുകൊണ്ട് വരാൻ ഭയങ്കര പാടാണ്. കാണുന്ന വീട്ടിലെ കണ്ണാടി ഫുൾ നോക്കിയിട്ടാണ് വരുള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും നടന്ന് അവിടെ എത്തി. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ അടുക്കളയിലോട്ടാണ് പോയത് എന്താണ് എടുക്കണേന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായി. ഇവിടുത്തെ ആളാണ് ഇട്ടത്. അങ്ങനെ ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്താത്ത വന്നു. അങ്ങനെ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ജ്യൂസ് കുടിക്കലും പിന്നെ മിച്ചറും അച്ചപ്പവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കലായിരുന്നു പണി. അങ്ങനെ ഓരോ ഏറ്റവും കൂടുതൽ പെരുന്നാൾ ടൈം സ്പെൻഡ് ആവുന്നത് ഇവിടെയാട്ടോ. ഇവിടെ നിന്ന് വന്നാൽ പിന്നെ ഉച്ചയാവും ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഇറങ്ങാനായിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ഫോട്ടോസ് എടുക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി. കുറേ ഫോട്ടോസ് എടുത്ത് ഒരു 10,000 ഫോട്ടോസ് എടുത്തതിൽ ഒരെണ്ണയ്ക്കാണ് ആർക്കെങ്കിലൊക്കെ ഇഷ്ടമാവുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ എൻ്റെ ഉമ്മച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. ബാക്കിൽ അവരും വരുന്നുണ്ട്. അങ്ങനെ ഉമ്മച്ചിയുടെ വീട്ടിലെത്തിയിട്ട് പിന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക് കൊടുക്കലാണ് അടുത്ത പണി. അവിടുത്തെ ഈ പാൻവി നിൽക്കുന്നുണ്ടായി, കാക്കായി നിൽക്കുന്നുണ്ടായി. പിന്നെ 2 മമ്മമാരാട്ടോ എനിക്കുള്ളത്. അപ്പോൾ രണ്ടാമത്തെ മമ്മയുടെ വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അകത്ത് കയറുന്നൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് അതൊക്കെ കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. പെരുന്നാൾ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കണമല്ലോ. അങ്ങനെ ബിരിയാണി ആയിരുന്നു. അങ്ങനെ ആസ്വദിച്ചിരുന്ന് പെരുന്നാൾ ബിരിയാണി കഴിച്ചു. ഇത്രയും ദിവസം ചിക്കൻ ബീഫൊക്കെ തന്നെയാണ് കഴിച്ചത്. പക്ഷേ പെരുന്നാൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ വേറൊരു ഇതാണല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ +2 പഠിച്ച എൻ്റെ ഫ്രണ്ട്സുകൾ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായി. അവരുടെ കൂടെ പിന്നെയും ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവന്മാർ പോയി. അത് കഴിഞ്ഞിട്ട് രാത്രി വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് ഉമ്മച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയും ഒക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ അധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒന്ന് വേഗം ഫുഡ് കഴിക്കുക പോവുക ഒരു സെറ്റപ്പായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പം അത്രയൊക്കെ തന്നെയുള്ള ഈ വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം അത്രയുള്ളൂ. ബായ്.